ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന മൊഡ്യൂൾ 3ൻ്റെ ബാക്കി പോർഷൻസ് ആണ്. ഇപ്പോൾ ഓൾറെഡി SVPWM FOCയും കംപ്ലീറ്റഡ് ആണ് അല്ലേ. നമ്മൾ അതിനൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം സ്പേസ് വെക്റ്റർ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളെ ഇൻവെർട്ടറിൽ നടക്കുന്ന സ്വിച്ചിങ്ങിനെയാണ് സിക്സ് സ്റ്റെപ്പ് സ്വിച്ചിങ് ഓപ്പറേഷനാണ് സ്പേസ് വെക്റ്റർ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 6 IGBT അല്ലെങ്കിൽ 6 MOSFETs ഒക്കെ ഉണ്ടാവും ഈ സ്വിച്ചിങ് നടക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഹെൽപ്സ് ഇൻ കൺവേർട്ടിങ് DC വോൾട്ടേജ് ഫ്രം ദ ബാറ്ററി ടു AC. അതാണല്ലോ നമ്മൾ ഇൻവെർട്ടറിൽ നടക്കുന്നത്. ഇൻവെർട്ടറിൽ DC വോൾട്ടേജിനെ AC-ലോട്ടാക്കാണ്. അപ്പം ഈ DC വോൾട്ടേജിനെ മിനിമൽ ഡിസ്റ്റോർഷനുള്ള AC വോൾട്ടേജ് ആക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് SVPWM. ഇവിടെ നോക്കുകയാണെങ്കിൽ 8 സ്വിച്ചിങ് സ്റ്റേറ്റ്സ് ഉണ്ട്. നമുക്കറിയാം V0, V1, V2 അങ്ങനെ V7 വരെ ഉണ്ട്. അതായത് 8 സ്വിച്ചിങ് സ്റ്റേറ്റ്സ് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് സിനുസോയിഡൽ വേവ് ഫോമാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. നമ്മൾ DC-ന്ന് AC-ലോട്ട് ആക്കുമ്പോൾ എന്തായിരിക്കും? പ്രൊഡ്യൂസസ് ലോവർ ഹാർമോണിക്. SVPWM ഹെൽപ്സ് പ്രൊഡ്യൂസ് ലോവർ ഹാർമോണിക് ഡിസ്റ്റോർഷൻ ആൻഡ് സ്മൂത്തർ മോട്ടർ ടോർക്ക് ആൻഡ് ഓൾസോ പ്രിസൈസ് കൺട്രോൾ ഓഫ് വോൾട്ടേജ് ആൻഡ് ഫ്രീക്വൻസി. ഇത് മറ്റു വീഡിയോ കണ്ടാൽ നല്ല രീതിയിൽ മനസ്സിലാവും. പിന്നെ ഫീൽഡ് ഓറിയൻറ്റഡ് കൺട്രോൾ എന്ന് പറയുന്നത് എന്തിനാണ്? നമുക്ക് ഫ്ലക്സും ടോർക്കും ഫ്ലക്സും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മോട്ടറിൻ്റെ ടോർക്കും ഫ്ലക്സും കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫീൽഡ് ഓറിയൻറ്റഡ് കൺട്രോൾ ഉപയോഗിക്കുന്നത്. ക്ലാർക്ക് ആൻഡ് പാർക്ക് ട്രാൻസ്ഫോർമേഷൻ. ട്രാൻസ്ഫോർമേഷനിൽ ടൈം വേരിയൻ്റ് ആയിട്ടുള്ള ആൽഫ ബീറ്റ സിസ്റ്റത്തിലോട്ടാകും. നമ്മുടെ 3-phase AC-നെ ടൈം വേരിയൻ്റ് ആയിട്ടുള്ള ആൽഫ ബീറ്റ സിസ്റ്റത്തിലോട്ടാകും. അപ്പം പക്ഷേ ഇത് ടൈം വേരിയൻ്റ്, നമുക്ക് ടൈം ഇൻവേരിയൻ്റ് ആക്കണം, എന്നാലേ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ. അതിനാണ് നമ്മൾ പാർക്ക് ട്രാൻസ്ഫോർമേഷൻ എന്നാണ് DQ സിസ്റ്റം ആക്സിസിലോട്ടാക്കുന്നത്. ഓക്കെ, അപ്പം D ആക്സിസ് എന്തായിരിക്കും? അതിൽ D ആക്സിസിലെ കറണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഫ്ലക്സ് കൺട്രോൾ ചെയ്യാൻ പറ്റും. Q ആക്സിസിലെ കറണ്ട് നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ടോർക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനാണ് കംപ്ലീറ്റ് ഡീകപ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഡ്രൈവ് കോൺഫിഗറേഷൻ. ഇവിടെ നിന്നാണ് നമുക്കിനി റിമൈനിങ് പോർഷൻസ് എന്തൊക്കെയെന്ന് പറഞ്ഞാൽ, ആദ്യം അവർ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫോർ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആൻഡ് റിയർ വീൽ ഡ്രൈവ് തമ്മിലുള്ള വ്യത്യാസം എന്താ ഒന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ഫ്രണ്ട് വീൽ ഡ്രൈവും റിയർ വീൽ ഡ്രൈവിൽ മോട്ടർ എന്ന് പറയുന്നത് ഫ്രണ്ട് ആക്സിലായിരിക്കും അല്ലേ. മോട്ടർ പവേഴ്സ് ദ ഫ്രണ്ട് ആക്സിൽ. എന്നാൽ റിയർ വീൽ ഡ്രൈവിലോ മോട്ടർ പവേഴ്സ് ദ റിയർ ആക്സിൽ. ഇനി ഒന്ന് ചിന്തിച്ചു നോക്കുക. ഫ്രണ്ട് വീൽ ഡ്രൈവിൽ ഇവിടെ പുഷ് അല്ലേ ചെയ്യുന്നത്. ഫ്രണ്ട് വീൽ ഡ്രൈവിൽ മോട്ടർ പുള്ളല്ലേ ചെയ്യുന്നത്. നമ്മുടെ മൊത്തം വെയിറ്റ് ഓഫ് ദ കാറിനെ പുള്ളാണ് ചെയ്യുന്നത്. അപ്പം ഇറ്റ് പുൾസ് ദ കാർ. എന്നാൽ നമ്മൾ റിയർ വീൽ ഡ്രൈവിലാണെങ്കിലോ ഇവിടുന്ന് ആ വെയിറ്റിനെ പുഷ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം റിയർ വീൽ ഡ്രൈവ് പുഷസ് ദ ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് വേണമെങ്കിൽ പറയാം. ഇനി മോട്ടർ പവേഴ്സ് ദ ഫ്രണ്ട് വീൽസ്. പിന്നെ ഫ്രണ്ട് വീൽ ഡ്രൈവ് സാധാരണ നമ്മളിപ്പം ഒരു IC എഞ്ചിൻ്റെ കാർ എടുക്കുകയാണെങ്കിൽ എഞ്ചിൻ നമ്മൾ ഫ്രണ്ടിൽ വെക്കുന്നത് പറയുന്നത് ഈ ലൈറ്റ് വെയ്റ്റ് കോമ്പാക്റ്റ്. ഇപ്പം നമ്മുടെ വണ്ടിയിലെല്ലാം എഞ്ചിൻ ഫ്രണ്ടിലല്ലേ ഉള്ളത്. ഓക്കെ, അപ്പം ഫ്രണ്ടിലുള്ളതെന്ന് പറയുമ്പോൾ ലൈറ്റ് വെയ്റ്റ് കോമ്പാക്റ്റ് ലേ ഔട്ട് എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കോമ്പാക്റ്റ് ആയിട്ടുള്ള ലേ ഔട്ട് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടെ എഞ്ചിന് പകരം മോട്ടർ ഫ്രണ്ടിൽ വെക്കുന്നത്. ഓക്കെ, പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ബാറ്ററി ട്രാക്ഷൻ ആൻഡ് സ്ലിപ്പറി ആൻഡ് അർബൻ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ സ്ലിപ്പറി നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ മതി. അതായത് നമ്മുടെ ഇവിടുത്തെ കാറിലെ എഞ്ചിൻ്റെ ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. ഓക്കെ, ഇവിടുത്തെ കാറിൽ IC എഞ്ചിനാണ്. ഇത് നമ്മൾ EVനെ കുറിച്ചാണ് പറയുന്നത്, അത് മറക്കരുത്. ഫ്രണ്ട് വീൽ ഡ്രൈവാണ്. അപ്പോൾ നമ്മുടെ സ്ലിപ്പറി കണ്ടീഷൻസിനെല്ലാം ഇത് ബെസ്റ്റ് ആയതുകൊണ്ടല്ലേ ഇവിടെ അങ്ങനത്തെ കാർ ഇറക്കുന്നത്. പിന്നെ ഇറ്റ് ഈസ് ചീപ്പർ ടു മാനുഫാക്ചർ, ലൈറ്റർ ആർക്കിടെക്ചറാണ്. എന്നാൽ റിയർ വീൽ ഡ്രൈവ് ഉള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ ഫോർഡ് മസ്റ്റാങ് ഒക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ EV വേർഷൻ എല്ലാം ഉണ്ടാവും. ഓക്കെ, ഇവരെല്ലാം എന്താണ്? ഹൈ പെർഫോമൻസ് വെഹിക്കിളാണ്. ഹൈ പെർഫോമൻസ് വെഹിക്കിൾ എന്താണ്? ബെറ്റർ സ്റ്റെബിലിറ്റി ഡ്യൂറിങ് ആക്സിലറേഷൻ. ഹൈ ആക്സിലറേഷനിൽ ബെറ്റർ സ്റ്റെബിലിറ്റി വേണം. പിന്നെ ഹൈ ടോർക്കും പെർഫോമൻസും സപ്പോർട്ട് ചെയ്യണം. അതാണ് റിയർ വീൽ ഡ്രൈവിൻ്റെ മെയിൻ പ്രത്യേകത. ഓക്കെ, പിന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ പ്രീമിയം ഇലക്ട്രിക് വെഹിക്കിൾസ് ആൻഡ് പെർഫോമൻസ് കാർസ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് ഗിയർ റേഷ്യോ. അപ്പോൾ ആദ്യം ഗിയർ റേഷ്യോ എന്താണെന്ന് അറിയണം. ഓക്കെ, ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് ഒന്നുമില്ല, അതായത് മോട്ടോർ സ്പീഡ് ടു വെഹിക്കിൾ സ്പീഡാണ്. അപ്പോൾ എന്തായാലും ഗിയർ റേഷ്യോ കൂടുതലായിരിക്കുമല്ലോ, കാരണം മോട്ടറിൻ്റെ സ്പീഡായിരിക്കും കൂടുതൽ. മോട്ടോർ സ്പീഡ് ടു വെഹിക്കിൾ സ്പീഡല്ല, വീൽ സ്പീഡ്. മോട്ടോർ സ്പീഡ് ടു വീൽ സ്പീഡ് എന്ന് പറയാം ഗിയർ റേഷ്യോനെ. അപ്പം മോട്ടോർ സ്പീഡ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക് വെഹിക്കിളിലെ മോട്ടോർ സ്പീഡ് എന്ന് പറയുന്ന ഒരു അപ് ടു 18,000 RPM വരെയൊക്കെ ഓടാം. ഓക്കെ, 18,000 RPM വരെയൊക്കെ ഓടാം. ഇത് നമ്മൾ നേരെ നമ്മൾ വീലിലോട്ട് കൊടുക്കാൻ പറ്റുമോ? വീലിൽ ഒരു 1000 RPM ഒക്കെയാണ് ഒരു 120 km/h പോകുമ്പോൾ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 18,000 ഒക്കെ ആക്കി കൊടുത്താൽ വീലിന് താങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഗിയർ റേഷ്യോ വേണ്ടത്, അല്ലെങ്കിൽ ഒരു ഗിയർ ബോക്സ് വേണ്ടത്. നമുക്ക്
ഇതുപോലെ റിഡക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് സെലക്ഷൻ ഓഫ് ഗിയർ റേഷ്യോ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത്, ആദ്യം ആക്സിലറേഷൻ, എത്രത്തോളം ആക്സിലറേഷൻ വേണം, എത്രത്തോളം ടോപ്പ് സ്പീഡ് വേണം എന്നുള്ളത് നമ്മളെ ഗിയർ റേഷ്യോനെ അഫക്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം ഗിയർ റേഷ്യോ എനിക്ക് 10:1 ആക്കാം, 10:1 ആക്കാം, 12:1 ആക്കാം. അത് എങ്ങനെ നമ്മളത് തീരുമാനിക്കുന്നുള്ളത് എത്രത്തോളം ആക്സിലറേഷൻ വേണം, എത്രത്തോളം ടോപ്പ് സ്പീഡ് വേണം, എത്രത്തോളം ആണ് വെഹിക്കിളുടെ മാസ്, ദ ലോഡ് കണ്ടീഷൻസ്, മോട്ടോറിൻ്റെ ടോർക്ക് സ്പീഡ് ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് ഉള്ളതെന്ന്, എത്രത്തോളം അപ്പ് ഹിൽ ക്ലൈംബ് ചെയ്യേണ്ടി വരും. ഗ്രേഡബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇസ് ദ എബിലിറ്റി ടു ക്ലൈംബ് അപ്പ് ഹിൽ. ഓക്കെ, ക്ലൈംബ് അപ്പ് ഹിൽ. പിന്നെ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എഫിഷ്യൻസി, എനർജി കൺസപ്ഷൻ എത്രത്തോളം ആയിരിക്കും എന്നുള്ളതെല്ലാം നോക്കിയിട്ടായിരിക്കും. പിന്നെ തെർമൽ ലിമിറ്റ്സും റേഞ്ച് എക്സ്പെക്റ്റേഷൻ, എത്രത്തോളം റേഞ്ച് വേണം എന്നുള്ളത്, ഇതെല്ലാം നമ്മൾ തീരുമാനിച്ചിട്ടായിരിക്കും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഗിയർ റേഷ്യോ കൊടുക്കുന്നത്. മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻസ് ഓഫ് ഹൈ ആൻഡ് ലോ ഗിയർ റേഷ്യോ. ഓക്കെ, ഇനി വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്കുക. അതായത് ഗിയർ റേഷ്യോ ഹൈ ആണെന്ന് വിചാരിച്ചോ, ഹൈ ഗിയർ റേഷ്യോ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഹൈ ഗിയർ റേഷ്യോ ആണെങ്കിൽ ടോർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. ഓക്കെ, ടോർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. അതായത് അത്രയും ഗിയർ റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചെറിയ ഗിയറിന് ഒരു വലിയ ഗിയറിലോട്ട് വന്നാൽ അത് ഹൈ ഗിയർ റേഷ്യോ ആണ്. ഹൈ ഗിയർ റേഷ്യോൻ്റെ അർത്ഥം എന്താ, ടോർക്ക് ഭയങ്കര കൂടുതലായിരിക്കും. പക്ഷേ ടോർക്കിന് നേരെ ഇൻവേഴ്സ് ആയിട്ട് സ്പീഡ് എന്ത് ചെയ്യും, സ്പീഡ് ഭയങ്കര കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഗിയറിനൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ ഹൈ ഗിയർ റേഷ്യോ എന്ന് പറയുമ്പോൾ 10:1 ആണ്. ഓക്കെ, അപ്പോൾ 10 റൊട്ടേഷൻ ഇവിടെ കറങ്ങുമ്പോൾ ഒരു റൊട്ടേഷൻ ആയിരിക്കും ഇവിടെ കറങ്ങുന്നത്. അതായത് പക്ഷേ അതിനനുസരിച്ച് ടോർക്ക് ഭയങ്കര കൂടുതലായിരിക്കും, സ്പീഡ് കുറയും. ലിമിറ്റേഷൻ, ഇത് ഹൈ ഗിയർ റേഷ്യോൻ്റെ മെറിറ്റ്സും ലിമിറ്റേഷനും പറയുന്നുണ്ട്, ലോ ഗിയർ റേഷ്യോൻ്റെ മെറിറ്റ്സും ലിമിറ്റേഷനും പറയുന്നത്. അപ്പോൾ ഹൈ ഗിയർ റേഷ്യോൻ്റെ മെറിറ്റ്സ് ആണ് ലോ ഗിയർ റേഷ്യോൻ്റെ ലിമിറ്റേഷൻ, ഹൈ ഗിയർ റേഷ്യോൻ്റെ ലിമിറ്റേഷനാണ് ലോ ഗിയർ റേഷ്യോൻ്റെ മെറിറ്റ്സ്. ഓക്കെ, അങ്ങനെ ഓർത്ത് വെച്ചാൽ. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെച്ചാൽ ഹൈ ടോർക്ക് ആയിരിക്കും ഹൈ ഗിയർ റേഷ്യോ, ബെറ്റർ ഹിൽ ക്ലൈമ്പിംഗ് ആയിരിക്കും അല്ലേ. നമുക്ക് നല്ല ടോർക്ക് ഉണ്ടെങ്കിൽ മലയെല്ലാം കയറാൻ ഭയങ്കര എളുപ്പമായിരിക്കും. പിന്നെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്, ലോവർ ടോപ്പ് സ്പീഡ്, ടോർക്ക് കൂടുതലാണെങ്കിൽ എന്തായാലും ടോർക്ക് സ്പീഡ് കുറയുമല്ലോ. പിന്നെ ടോപ്പ് സ്പീഡ് കുറയും. ഹയർ മോട്ടോർ RPM അല്ലേ, മോട്ടോറിൻ്റെ RPM ഭയങ്കര കൂടുതലായിരിക്കും, അല്ലേ. നമ്മൾ 10:1 എന്ന് പറഞ്ഞാൽ 10 എന്ന് പറഞ്ഞാൽ മോട്ടോർ സ്പീഡാണ്, മോട്ടോർ സ്പീഡ് ഭയങ്കര കൂടുതലായിരിക്കും വെൻ നമ്മൾ വീൽ സ്പീഡ് നോക്കുമ്പോൾ. ലോവർ ഗിയർ റേഷ്യോ എന്ന് പറയുമ്പോൾ 3:1, അത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. വൈ ഗിയർ ഒപ്റ്റിമൈസേഷൻ ഈസ് നീഡഡ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ. ഗിയർ എന്തിനാണ് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുന്നത്? ഓക്കെ, അപ്പം ഒന്ന് ചിന്തിച്ച് നോക്കണം. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ മോട്ടേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസ് ഹൈ RPM അപ് ടു 18,000 എന്നൊക്കെ ഞാൻ പറഞ്ഞില്ലേ, RPM ഒക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്ക് നേരെ വീലിലോട്ട് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ബട്ട് ലോവർ വീൽ ടോർക്ക്, ഇത്രയും ഹൈ RPM അതായത് ഹൈ സ്പീഡ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലായി ടോർക്ക് ഭയങ്കര കുറവാണ്. പക്ഷേ നമുക്ക് സ്റ്റാർട്ടിങ് ടോർക്ക് ഉണ്ടെങ്കിൽ വണ്ടി എടുക്കാൻ പറ്റത്തുള്ളൂ, അപ്പോൾ അതിനെന്ത് വേണം, ഗിയർ വേണം. ഒപ്റ്റിമൈസേഷൻ എൻഷോഴ്സ് ബാലൻസ് ബിറ്റ്വീൻ ആക്സലറേഷൻ ആൻഡ് ടോപ്പ് സ്പീഡ്. ഓക്കെ, അപ്പം ഭയങ്കര അങ്ങ് ടോപ്പ് സ്പീഡും ആവാൻ പാടില്ല, എന്നാൽ ആക്സലറേഷൻ ഒട്ടും ഉണ്ടാവാതിരിക്കാനും പാടില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ബാലൻസ് കണ്ടെത്തണം. റെഡ്യൂസ് ദ എനർജി കൺസംഷൻ, ഇൻക്രീസസ് റേഞ്ച്. ഓക്കെ, പ്രിവെൻറ്റ്സ് മോട്ടോർ ഓവർ ഹീറ്റിംഗ്, അതിന് നമ്മൾ ഗിയർ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടി വരും. ഇംപ്രൂവ്സ് ക്ലൈംബിംഗ് എബിലിറ്റി. യെസ്, നമുക്കറിയാം ഹൈ ഗിയർ റേഷ്യോ ഉണ്ടെങ്കിൽ ക്ലൈംബ് ചെയ്യാൻ പറ്റും, പക്ഷേ വെരി ഹൈ ഗിയർ റേഷ്യോ ഉണ്ടെങ്കിൽ സ്പീഡ് കൂടില്ല. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ടെസ്ല എന്ന് പറയുമ്പോൾ 9.34:1 ആയിരിക്കും മോഡൽ എസിന് ഉപയോഗിക്കുന്നത്. ആൻഡ് EV സ്കൂട്ടേഴ്സിലെല്ലാം 10:12:1 റേഷ്യോ ആണ് ഉപയോഗിക്കുന്നത് ഫോർ സ്ട്രോങ് സ്റ്റാർട്ടിംഗ് ടോർക്ക്. ഓക്കെ, ഡിഫൈൻ ഗിയർ റേഷ്യോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് മോട്ടോർ സ്പീഡ്. ഇങ്ങനെ ആലോചിച്ചത് ഇൻപുട്ട് ബൈ ഔട്ട്പുട്ടാണ്. ഗിയർ റേഷ്യോ എന്ന് പറയുന്നത് ഇൻപുട്ട് ബൈ ഔട്ട്പുട്ടാണ്. ഓക്കെ, അപ്പം മോട്ടോർ സ്പീഡ് ടു വീൽ സ്പീഡ്. ഗിയർ റേഷ്യോ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, നമ്പർ ഓഫ് ടീത്ത് ഓൺ ദ ഡ്രിവൺ ടു ടീത്ത് ഓൺ ദ ഡ്രൈവിംഗ് ഗിയർ, ഇതിലേതെങ്കിലും ഒരെണ്ണം നോക്കി വെച്ചാൽ മതി. ഹയർ ഗിയർ റേഷ്യോ എന്ന് പറയുമ്പോൾ അത്രയും ടോർക്കായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ സിഗ്നിഫിക്കൻസ് ഓഫ് ഗിയർ റേഷ്യോ ഇൻ എക്സ്പ്ലെയിൻ ദി സിഗ്നിഫിക്കൻസ് ഓഫ് ഗിയർ ബോക്സ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾസ്. ഗിയർ ബോക്സിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താ, മാച്ചസ് ഹൈ സ്പീഡ് മോട്ടോർ ഔട്ട്പുട്ട് ടു വീൽ റിക്വയർമെൻറ്റ്. ഓക്കെ, പിന്നെ എൻഹാൻസസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് അല്ലേ. പിന്നെ ഉള്ളത് എന്താ, മെയിൻറ്റെയിൻ റോട്ടർ വിത്ത് എഫിഷ്യൻറ്റ് RPM റേഞ്ചിലായിരിക്കും നമ്മൾ മോട്ടോർ കറങ്ങാൻ പോകുന്നത്. പിന്നെ ഇംപ്രൂവ്സ് റേഞ്ച്, പെർഫോമൻസ് ആൻഡ് തെർമൽ സ്റ്റെബിലിറ്റി. ക്ലാസിഫിക്കേഷൻ ഓഫ് ഗിയർ ബോക്സസ് ഇൻ EVs ആൻഡ് HEV. അപ്പം EVs HEVസിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ നമുക്കറിയാം സിംഗിൾ സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അതായത് ഒരൊറ്റൊരു
സ്പീഡ് റിഡക്ഷൻ ആവുള്ളൂ. പിന്നെ നമ്മൾ ടൈക്കാൻ, പോർഷെ ടൈക്കാൻ എന്നെല്ലാം പറയുന്ന കൂടിയ ബ്രാൻഡിനൊക്കെയാണ് സിംഗിൾ സ്പീഡിന് പകരം ഒരു മൾട്ടി സ്പീഡ് ഗിയർ ബോക്സിനൊക്കെ. അത് കണ്ട പെർഫോമൻസ് ഇ വി സിനാണ്. കാരണം മൾട്ടി സ്പീഡ് ഗിയർ ബോക്സ് നമ്മൾ ഐ സി എഞ്ചിനിലല്ലോ പറയുന്നത്. ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കേസിലാണെങ്കിൽ അത് നമ്മൾ സിംഗിൾ റിഡക്ഷൻ ഗിയർ ബോക്സാണ് മോസ്റ്റ് ആയിട്ട് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ മൾട്ടി സ്പീഡ് എന്നൊക്കെ പറയുന്നത് ഇതുപോലെ പോർഷെ പോലത്തെ ഹൈ പെർഫോമൻസ് ഇ വി സിൽ മാത്രം. പിന്നെ പ്ലാനറ്ററി അല്ലെങ്കിൽ എപ്പിസൈക്ലിക് ഗിയർ ബോക്സ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിന് ഉപയോഗിക്കുന്നു. കണ്ടിന്യൂസ് വേരിയബിൾ ട്രാൻസ്മിഷൻ എന്താണെന്ന് വേറൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ പറഞ്ഞുതരാം. ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ, റിഡക്ഷൻ ഗിയർ ബോക്സ്. പിന്നെ സിംഗിൾ സ്പീഡ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഒറ്റ സ്പീഡേ ഉണ്ടാവുള്ളൂ. ഓക്കെ, മോട്ടറിൽ നിന്ന് ഒറ്റ സ്പീഡേ ഉണ്ടാവുള്ളൂ. ഓട്ടോമേറ്റഡ് മാനുവൽ ട്രാൻസ്മിഷൻ AMT. ഓക്കെ, എക്സ്പ്ലെയിൻ വൺ. ഏതെങ്കിലും ഒരെണ്ണം നമ്മൾ ഇതാക്കുകയാണെങ്കിൽ സിംഗിൾ സ്പീഡ് ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ സിമ്പിൾ റിഡക്ഷൻ ഗിയർ ആണ്, ഓൺലി വൺ റേഷ്യോ, ലൈറ്റ് വെയിറ്റ് ആണ്, ലോ മെയിൻ്റെനൻസ് ആണ്, ഹൈ എഫിഷ്യൻസി ആണ്, കോമൺ ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ ഡ്യൂ ടു വൈഡ് മോട്ടർ സ്പീഡ് റേഞ്ച്. മോട്ടറിൻ്റെ സ്പീഡ് റേഞ്ച് വൈഡ് ആയതുകൊണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിവിടെ സിംഗിൾ സ്പീഡ് ഗിയർ ബോക്സ് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെ? കാരണം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫീൽഡ് ഓറിയൻറ്റ് കറണ്ട് റോളെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് ടോർക്കൊക്കെ അല്ലാതെ തന്നെ നമ്മളെ മോട്ടറിൽ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ടോർക്കും ഫ്ലക്സും ഒക്കെ. ഓക്കെ, അതുകൊണ്ടാണ് നമുക്കിവിടെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നത് തന്നെ സിംഗിൾ സ്പീഡ് ഗിയർ ബോക്സ്. ഇനി പവർ ഇലക്ട്രോണിക്സ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു SVPW, സ്പേസ് വെക്റ്റർ പൾസ് വിഡ്ത്ത് മോഡുലേഷനിൽ ഇൻവേർട്ടറിൽ നടക്കുന്ന ഒരു സംഭവമാണ്. എന്തിന്? DC ബാറ്ററിയിൽ നിന്ന് വരുന്ന DCനെ ACയിലോട്ടാക്കാൻ സഹായിക്കുന്നതാണ് സ്പേസ് വെക്റ്റർ പൾസ് വിഡ്ത്ത് മോഡുലേഷൻ എന്ന് പറയുന്ന ഫിനോമിന. അപ്പോൾ ഇൻവേർട്ടറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ കുറേ സ്വിച്ചസ് ഉണ്ടല്ലേ, ഈ KKK എന്നല്ലായിരുന്നു ഞാൻ വരക്കുന്നത് നമ്മളെ IGBT MOSFET എന്ന് പറഞ്ഞ പോലെ ഇലക്ട്രോണിക് സ്വിച്ചസ് ആണ്. അത് SVPW കണ്ടവർക്ക് അറിയാം. ഓക്കെ, അപ്പം ഇതിൽ ഈ സ്വിച്ചസ് എന്താ ചെയ്യുന്നത്? ഈ സ്വിച്ചിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഒക്കെ നോക്കിയിട്ടാണ് നമ്മുടെ വോൾട്ടേജിന് ഇൻറ്റൻസിറ്റി കൂടുകയും കുറയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ സ്വിച്ചസിന് എക്സാമ്പിളാണ് ദിസ് ടൈപ്പ് ഓഫ് ഇലക്ട്രോണിക് സ്വിച്ചസ് എന്ന് പറയുന്നത് ആണ് ഈ മോസ്ഫെറ്റും IGBTയും ഒക്കെ. ഓക്കെ, മോസ്ഫെറ്റ് എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ഫീൽഡ് എഫക്ട് ട്രാൻസിസ്റ്റർ. ഇറ്റ് ഈസ് എ ട്രാൻസിസ്റ്റർ. അതുപോലെ തന്നെ ബൈപോളർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതിന്. പിന്നെ IGBT എന്ന് പറയുന്നത് IGBT എന്ന് പറയുന്നത് ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ട്രാൻസിസ്റ്റർ. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ മോസ്ഫെറ്റ് എടുത്ത് നോക്കിയാൽ മോസ്ഫെറ്റിൻ്റെ മെയിൻ ഉപയോഗം എന്താ പറയുക? ഇത് കണ്ട, സ്പീഡ് ഭയങ്കര കൂടുതലാണ് മോസ്ഫെറ്റിന് സ്പീഡ് ഭയങ്കര കുറവാണ്, പക്ഷേ സ്പീഡ് ഭയങ്കര കൂടുതലാണ്. അതായത് സ്വിച്ചിങ് സ്പീഡ് പെട്ടെന്ന് സ്വിച്ച് ആവും. എന്നാൽ IGBTയിൽ മെയിൻ ഇതെന്താ പറയുക? IGBTയിൽ കുറേ വോൾട്ടേജ് നമുക്ക് എടുക്കാൻ പറ്റും, കുറേ വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഹൈ വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും. എന്നാൽ ഇവിടെ അപ്പോൾ ഈ വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ എവിടെ വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കണം. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് നമ്മളെ മോസ്ഫെറ്റ് ഇരിക്കാൻ പോകുന്നത്. മോസ്ഫെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കാൻ പോകുന്നത്. ഇവിടുന്ന് ഒരു ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ മോസ്ഫെറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 4 ചാനൽ ആയിരിക്കും മോസ്ഫെറ്റ് മേക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. അതായത് ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മളെ ഡ്രെയിൻ എന്ന് പറയും, രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈസ് ദ സോഴ്സ് ആൻഡ് മൂന്നാമത്തെ എന്ന് പറയുന്നത് ആദ്യത്തെ എന്ന് പറയുന്നത് ഗേറ്റാണ്. ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയല്ലായിരുന്നു നമ്മൾ SVPMൽ വരച്ച് വെച്ചിരുന്നത്. അപ്പോൾ ഇവിടുന്ന് കറണ്ട് വരും. ഈ കറണ്ട് വരുമ്പോൾ ഇവിടെ ഈ ഗേറ്റ് സമ്മതിക്കില്ല, ഗേറ്റ് പൂട്ടി വെച്ചേക്കും. ഓക്കെ, ഈ ഗേറ്റിൽ എപ്പോൾ വോൾട്ടേജ് കൊടുക്കുന്നോ ആ വോൾട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഗേറ്റ് തുറന്നെടുത്തിട്ട് കറണ്ടിനെ തിരിച്ച് ഈ വഴി കൂടെ പാസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ഗേറ്റിൽ കൂടെയാണ് ഈ വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കുന്നത്. എപ്പോൾ നമ്മൾ ഗേറ്റിന് വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കുന്നു അപ്പോൾ മാത്രമേ കറണ്ട് ഫ്ലോ നടക്കത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ IGBTയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ IGBT ഇൻസുലേറ്റഡ് ഗേറ്റ് ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ അവിടെ ഗേറ്റ്, ഡ്രെയിന്, സോഴ്സ്, ബോഡി അങ്ങനെയൊന്നുമല്ല. ഓക്കെ, ഇതിന് പകരം എന്താണ് നമുക്കുള്ളത്?
ഒരു ഗേറ്റ് സെയിം ആണ്. പക്ഷേ രണ്ടാമത് വരുന്നത് കളക്ടറും എമിറ്ററും. കളക്ടർ എമിറ്റർ എവിടെയൊക്കെ കേട്ട പോലെ അല്ലേ? കളക്ടർ എമിറ്റർ നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? യെസ്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിലെ അതൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഗേറ്റ്, നമ്മളെ മോസ്ഫെറ്റിലെ ഗേറ്റും എടുത്തിട്ടുണ്ട്, ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടർ എമിറ്റർ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് IGBT ആണ് ഏറ്റവും ബെസ്റ്റ്. അത് ഹൈ വോൾട്ടേജ് ഇൻപുട്ട് കൊടുത്താലും ഒരു കുഴപ്പമില്ലാതെ വരുന്നത്. പക്ഷേ സ്പീഡിൽ സ്വിച്ച് ചെയ്യണമെങ്കിൽ ആരാണ് വേണ്ടത്? നമുക്ക് നമ്മുടെ മോസ്ഫെറ്റ് തന്നെ വേണ്ടി വരും. ഓക്കെ, അപ്പം പവർ ഇലക്ട്രോണിക്സിൽ ഇപ്പോൾ നമുക്ക് മോസ്ഫെറ്റും IGBTയും ഈ സ്വിച്ചിങ്ങിനാണ് സഹായിക്കുന്നത്. S1 S2 S3 എന്നെല്ലാം പറഞ്ഞില്ലേ, ആ സ്വിച്ചസ് ആണ് IGBT, ഒന്നില്ലെങ്കിൽ IGBT അല്ലെങ്കിൽ മോസ്ഫെറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് പവർ ഇലക്ട്രോണിക്സ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് മോസ്ഫെറ്റ് ആൻഡ് ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ വർക്കിംഗ് എങ്ങനെയെന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ മോസ്ഫെറ്റ് നേരത്തെ പടം വരച്ചായിരുന്നു. മോസ്ഫെറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡ്രെയിൻ ഉണ്ട്. ആ ഡ്രെയിനിൽ സോറി, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഈ വഴി കൂടെ കറണ്ട് പോകണമെങ്കിൽ ഇവിടെ എന്താണ്, ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ, ഇവിടെ ഇപ്പോൾ ഒരു എംപ്റ്റി സ്പേസ്, ഇവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഈ വഴി കൂടെ എന്താണ് കറണ്ടിന് പോകാൻ പറ്റത്തുള്ളൂ. സോഴ്സ്. അപ്പം എന്താ ചെയ്യുന്നത്? ഇവിടെ ഒരു വോൾട്ടേജ് ഇൻപുട്ട് കൊടുക്കുമ്പോൾ ആ വോൾട്ടേജ് ഇൻപുട്ട് കാരണം ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഈ ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇവിടെ ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്യും. ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളെ കറണ്ട് ഈ വഴി കൂടെ ഇങ്ങനെ പാസ് ചെയ്യാൻ പറ്റും. ഓക്കെ, കറണ്ടിന് ഈ വഴി കൂടെ പാസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോസ്ഫെറ്റ് ഈസ് എ വോൾട്ടേജ് കൺട്രോൾഡ് സെമി കണ്ടക്ടർ സ്വിച്ച്. പോസിറ്റീവ് ഗേറ്റ് വോൾട്ടേജ് ഫോംസ് കണ്ടക്റ്റീവ് ചാനൽ ബിറ്റ്വീൻ ഡ്രെയിൻ ആൻഡ് സോഴ്സ്. അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഡ്രെയിനും സോഴ്സും തമ്മിലുള്ള ഒരു കണ്ടക്റ്റീവ് ചാനൽ പ്രൊവൈഡ് ചെയ്യും. ഫാസ്റ്റ് സ്വിച്ചിങ് ആണ്, suitable for high frequency inverters, high input impedance and low losses, handles high current. ഓക്കെ, in motor controllers. പിന്നെ DC കൺവേർട്ടേഴ്സിലാണ് നമ്മൾ മെയിനായിട്ട് മോസ്ഫെറ്റ് ഉപയോഗിക്കുന്നത്. ഈ കൺവേർട്ടേഴ്സിലാണ് നമ്മൾ സാധാരണ സ്വിച്ചിങ്സ് ഉപയോഗിക്കുന്നത്. അതിൽ കൺവേർട്ടറിൽ ഒരെണ്ണമാണ് ഇൻവെർട്ടറിൽ നമ്മൾ മോസ്ഫെറ്റ് ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ DC കൺവേർട്ടറിലാണ് മെയിനായിട്ട് നമ്മൾ മോസ്ഫെറ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഓൺ ബോർഡ് ചാർജേഴ്സ്, ഇൻവെർട്ടർ ഇൻവെർട്ടർ എന്നൊക്കെ പറയുന്നത്. ഇനി അടുത്ത് നമ്മൾ നോക്കാം, പ്രൊവൈഡ്സ് എഫിഷ്യൻറ്റ് കൺട്രോൾ ഓഫ് മോട്ടോർ ഫേസ് കൺട്രോൾ. റൈറ്റ് നോട്ട് ഓൺ മോസ്ഫെറ്റ് എന്ന് പറയുമ്പോൾ ഹൈ സ്വിച്ചിങ് സ്പീഡാണ്, നമ്മൾ പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ ഇൻവെർട്ടർ ലോസ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. കണ്ടക്ഷൻ ലോസ് ലോ ആണെന്ന് പറഞ്ഞു. സിമ്പിൾ ഗേറ്റ് ഡ്രൈവ് റിക്വയർമെൻ്റ് ആണ്. പിന്നെ അതായത് ചെറിയ വോൾട്ടേജിൽ തന്നെ നമ്മൾ സ്വിച്ചിങ് നടക്കും. കോമ്പാക്ട് പാക്കേജിങ് റെഡ്യൂസസ് വെയ്റ്റ്, യൂസ്ഡ് ഇൻ ലോ വോൾട്ടേജ് ട്രാക്ഷൻ മോട്ടോഴ്സ്, യൂസ്ഡ് ഇൻ ബാറ്ററി പ്രൊട്ടക്ഷൻ സർക്യൂട്ട്സ്, used in DC converters, battery management system and auxiliary loads. What are power converters? ഇനി അടുത്ത നമ്മൾ മെയിൻ ഇമ്പോർട്ടൻറ്റ് പവർ കൺവേർട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പവർ കൺവേർട്ടേഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ ഇൻവെർട്ടർ എന്ന് പറഞ്ഞാൽ ഈ പവർ കൺവേർട്ടറിൽ ഒന്ന് മാത്രമാണ്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ പവർ കൺവേർട്ടേഴ്സ് എല്ലാം കൂടി ഒരുമിച്ച് ഒന്ന് പെട്ടെന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മൊഡ്യൂൾ 1 ഇങ്ങനൊരു എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് സിസ്റ്റം ഓഫ് EV അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു പ്രൊപ്പൾഷൻ സിസ്റ്റം ഉണ്ട്, ഇലക്ട്രോണിക് പ്രൊപ്പൾഷൻ സിസ്റ്റം ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ എനർജി സോഴ്സ് സിസ്റ്റം ഉണ്ട്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓക്സിലറി സിസ്റ്റം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമ്മളെ ബാറ്ററി പാക്ക് ഇവിടെയാണ് നിൽക്കുന്നത്. ഓക്കെ, ബാറ്ററി പാക്ക് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ അപ്പോൾ ആരായിരിക്കും നമ്മളെ ബാറ്ററി പാക്കിൽ നിന്ന് ഈ ഒരു ഭാഗത്ത് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ആയിരിക്കും. ഇവിടെ നമ്മുടെ ഓൺ ബോർഡ് ചാർജർ ആയിരിക്കും. ഓക്കെ, ഇനി ബാറ്ററി പാക്കിന് നമുക്ക് ഓക്സിലറി സിസ്റ്റംസ് എല്ലാം കൂടിയും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓക്സിലറി സിസ്റ്റത്തിന് വോൾട്ടേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഓക്സിലറി പവർ സപ്ലൈ ഉണ്ടാവും. ആ പവർ സപ്ലൈന് പവർ എവിടെ നിന്നാണ് കിട്ടുന്നത്? നമ്മുടെ ബാറ്ററിയിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, ഇനി ബാറ്ററി പാക്കിൽ നിന്ന് തന്നെ നമുക്ക് ആർക്കാണ് കൊടുക്കുന്നത്? നമ്മളിവിടെ ഒരു കറണ്ട് കൺട്രോളറിന് കൊടുക്കും. ഇവിടെ ഒരു ഇലക്ട്രോണിക് കൺട്രോളർ വേറെ ഉണ്ട്. ഇവിടെ നമ്മളൊരു പവർ കൺട്രോളറിന് കൊടുക്കും. ഈ പവർ കൺട്രോളർ എന്താണ് ചെയ്യുന്നത്? ഈ പവർ കൺട്രോളർ എന്ന് പറയുന്നത് മോട്ടർ ആവാം. ഓക്കെ, പവർ കൺട്രോളർ എന്ന് പറയുന്നത് മോട്ടറല്ല, ഇൻവെർട്ടർ ആവാം.
ഓക്കെ. പവർ കൺട്രോളർ നേരെ നമ്മളെ മോട്ടർ, ഇൻവെർട്ടറിൽ നിന്ന് നേരെ മോട്ടറിൽ നിന്ന് നേരെ ഡിഫറൻഷ്യലിൽ നിന്ന് നേരെ വീൽസ്. ഓക്കെ, ഇങ്ങനൊരു ഫിഗർ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓൺ ബോർഡ് ചാർജർ എന്ന് പറഞ്ഞാൽ, ഓൺ ബോർഡ് ചാർജർ നമുക്കറിയാം ബാറ്ററി പാക്ക് ഓൾവേസ് ടേക്സ് ഇൻ ഡി സി മാത്രമേ സ്റ്റോർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എ സിനായിരിക്കും നമ്മൾ മറ്റേ ലെവൽ 1 ചാർജിങ് ഒക്കെ, ലെവൽ 1 ലെവൽ 2 അല്ല എ സി ചാർജറായിരിക്കും. അപ്പോൾ ഈ ബാറ്ററി ഡി സി മാത്രമേ എടുക്കരുത്. അപ്പോൾ എ സിന്ന് ഡി സിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആരാണ്? ഈ ഓൺ ബോർഡ് ചാർജർ. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്, എ സി ഡി സി റെക്ടിഫയേഴ്സ് വിച്ച് ആർ യൂസ് ഇൻ ഓൺ ബോർഡ് ചാർജർ. അപ്പോൾ ഒന്ന് കിട്ടിയേ. അതിന് അടുത്തത്, ഇനി നമുക്ക് മോട്ടർ എന്ന് പറയുന്നത് എ സി മാത്രമേ എടുക്കുള്ളൂ. എ സി മോട്ടറാണെങ്കിൽ എ സി എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ എ സി എടുക്കണമെങ്കിൽ നമ്മൾ ഇവിടെ ബാറ്ററി ഡി സി ആണ് സ്റ്റോർ ചെയ്യുന്നത്. അയ്യോ, ഡി സിന്ന് എ സിയിലോട്ട് മാറ്റാൻ എന്ത് ചെയ്യും? നമ്മുടെ ഇൻവെർട്ടർ കംസ് ഇൻ ടു പ്ലേ. ഇൻവെർട്ടർ എന്താ ചെയ്യുന്നത്? നമ്മുടെ ബാറ്ററി പാക്കിലുള്ള ഡി സിനെ എ സിയിലോട്ട് മാറ്റും. അതിനാണ് കണ്ട ഇൻവെർട്ടർ എന്ന് പറയുന്നത്. അപ്പം എ സിനെ ഡി സി ആക്കി ഓൺ ബോർഡ് ചാർജർ, ഡി സിനെ എ സി ആക്കി ഇൻവെർട്ടർ. പിന്നെ വേറെ എണ്ണമുണ്ട്, നമ്മൾ ഓക്സിലറി പവർ സപ്ലൈ ഉണ്ടല്ലോ. ഇവിടെ നമുക്ക് ബാറ്ററിയിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന വോൾട്ടേജ് എന്നൊക്കെ പറയുന്നത് 120, 240 വോൾട്ട്, 480 വോൾട്ട്, അത്രയൊക്കെ ഭയങ്കര വലിയ വോൾട്ടായിരിക്കും. എന്നാൽ നമ്മളെ മറ്റേ ചെറിയ സാധനങ്ങളൊക്കെ പവർ ചെയ്യാൻ 12 വോൾട്ടൊക്കെ മതി. 12 വോൾട്ട് ഒന്ന് ആലോചിച്ച് നോക്കണം. 120 വോൾട്ട് വന്ന് ഇതാക്കിയാൽ കത്തിപ്പോകും സാധനം. അപ്പം 12 വോൾട്ട് 120 വോൾട്ടിനെ 12 വോൾട്ട് ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതായത് ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കാൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യണം. ഈ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാൻ രണ്ടും ഡി സി ആണ് അല്ലേ? ബാറ്ററി പാക്കിലുള്ള ഡി സിയും ഇവിടെ എനിക്ക് ഡി സി തന്നെ വേണ്ടേ നമ്മളെ പവർ ചെയ്യാനും. ഓക്കെ, അപ്പോൾ ഡി സിന്ന് ഡി സിയിലോട്ട് തന്നെ മാറ്റണം. പക്ഷേ ഡി സിന് സ്റ്റെപ്പ് ഡൗൺ ആണ് ചെയ്യുന്നത്. 120 വോൾട്ടിന് 12 വോൾട്ടിലോട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യുന്നു. ഈ ഡി സി കൺവേർട്ടർ ഉണ്ട്. അപ്പോൾ വേറെ കണ്ട സ്റ്റെപ്സ് ബാറ്ററി വോൾട്ടേജ് ഡൗൺ ടു 12 വോൾട്ട്. അപ്പം എ സിന്ന് ഡി സി ആയി, ഡി സിന്ന് എ സി ആയി, ഡി സിന്ന് ഡി സി ആയി. ഇനി പവർ കൺവേർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ചേഞ്ച് വോൾട്ടേജ്, കറണ്ട് ഓർ എ സി ഡി സി ടൈപ്പ്. ഓക്കെ, അപ്പോൾ പവർ കൺവേർട്ടേഴ്സിൻ്റെ മെയിൻ ഇതെന്താണെന്ന് മനസ്സിലായല്ലോ? കറണ്ടും വോൾട്ടേജും എ സി ഓർ ഡി സിൻ്റെ ടൈപ്പ് ചേഞ്ച് ചെയ്യാനാണ്. പിന്നെ ബൂസ്റ്റ് ഉണ്ട്. ബൂസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇൻക്രീസ് ദ വോൾട്ടേജ്. ബക്ക് എന്ന് പറയാം, ബക്ക് ബൂസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവില്ലേ? അപ്പോൾ ബൂസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ വോൾട്ടേജ്. അപ്പോൾ ബക്ക് എന്തായിരിക്കും? റെഡ്യൂസ് ദ വോൾട്ടേജ് ഫോർ ഇലക്ട്രോണിക്സ്. അടുത്ത നമ്മൾ പറയാനുള്ളത് വിച്ച് ടൈപ്പ് ഓഫ് കറണ്ട് എ സി ഓർ ഡി സി യൂസ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ, ഹൗ ഡസ് ദിസ് കൺവേർഷൻ ടേക്ക് പ്ലേസ്. സെയിം സാധനം, അതായത് ഓൺ ബോർഡ് ചാർജറിന് എന്താണ് ഇവിടെ നമ്മൾ എ സി എടുക്കും. ഇവിടെ നിന്ന് നമ്മൾ ലെവൽ 1 ലെവൽ 2 ചാർജിങ് ആണ്, എ സി ആണ്. എ സിന്ന് നേരെ ഡി സിയിലോട്ട്, ബാറ്ററി പാക്കിൽ ഡി സി ആണ് ആവശ്യം. അപ്പം ഓൺ ബോർഡ് ചാർജർ വഴി എ സിന്ന് ഡി സിയിലോട്ടാക്കാം. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ലെവൽ 3 ഫാസ്റ്റ് ചാർജിങ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഓൾറെഡി കിട്ടുന്ന ഡി സി ആയിരിക്കില്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് വീണ്ടും ഡി സിയിലോട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ഇല്ല, അപ്പം ബൈപ്പാസ് ചെയ്തിട്ട് പോവും. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഡി സി ചാർജിങ് ആണെങ്കിൽ ഇറ്റ് ബൈപ്പാസസ് ദ ഓൺ ബോർഡ് ചാർജർ ആൻഡ് ഡയറക്ട്ലി ഗോസ് ഇൻ ടു ദ ബാറ്ററി സ്റ്റോർ ചെയ്യും. പിന്നെ ഇവിടെ ബാറ്ററി ഓക്സിലറി ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് ഡി സി കൺവേർഷൻ ഉണ്ട്. പിന്നെ ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടറിലോട്ടാണെങ്കിൽ നമുക്ക് എന്താ ഉള്ളത്? ബാറ്ററിയിൽ നിന്ന് ഇൻവെർട്ടറിലോട്ടാണെങ്കിൽ ബാറ്ററിയിലെ ഡി സി ഇൻവെർട്ടർ മോട്ടറിലോട്ടുള്ള എ സിക്ക് വേണ്ടിയിട്ട് ആ ഒരു കൺവേർഷൻ നടത്തും, ഡി സി ടു എ സി അങ്ങനെ. പിന്നെ റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് എന്താണ് നമുക്കറിയാം? റീജനറേറ്റീവ് ബ്രേക്കിങ്ങിന് എ സി കറണ്ടിനെ തിരിച്ച് ബാറ്ററിക്ക് കൊടുക്കണ്ടേ? ബാറ്ററിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഡി സി ആക്കണ്ടേ? അപ്പം റീജനറേറ്റീവ് ബ്രേക്കിങ്ങിൽ എ സിനെ ബാക്ക് ടു ഡി സി. പിന്നെ വേറെ വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് മോട്ടർ കൺവേർട്ടേഴ്സ് ഡിസ്ക്രൈബ് ഡിഫറെൻറ്റ് കൺവേർട്ടേഴ്സ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾസ്. ഫങ്ഷൻസ് ഓഫ് മോട്ടർ കൺവേർട്ടേഴ്സ് നമ്മൾ വീണ്ടും പറഞ്ഞു. അതിൻ്റെ ടൈപ്സ് ആണ് ഡി സി ടു എ സി, ഡി സി ടു ഡി സി, എ സി ടു ഡി സി എന്ന് പറയുന്നത്. പിന്നെ ഡി സി ടു 3 ഫേസ് എ സി ആക്കുന്നു. മോട്ടോർ കൺവേർട്ടേഴ്സ് എന്ന് പറയുമ്പം ഇൻവേർട്ടേഴ്സിനെ കുറിച്ച് നോക്കാം, അല്ലെങ്കിൽ ഡി സി കൺവേർട്ടർ ആവാം, ഏതും ആവാം. കൺട്രോൾ മോട്ടർ ആൻഡ് സ്പീഡ് ടോർക്ക്, എനേബിൾസ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്, പ്രൊട്ടക്ട് അഗെയിൻ ഓവർ കറണ്ട്, ഷോർട്ട് സർക്യൂട്ട്സ്, ഇംപ്രൂവ് എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസ് ലോസ്. ഓക്കെ, പിന്നെ അടുത്ത ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പവർ ട്രെയിൻ ബ്ലോക്ക് ഡയഗ്രാമും ട്രാൻസ്മിഷനാണ്. ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ പവർ ട്രെയിൻ ബ്ലോക്ക് ഡയഗ്രാം ട്രാൻസ്മിഷനെ കുറിച്ചാണ്. ഡ്രോ എ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് മോട്ടർ ഡ്രിവൺ ഇലക്ട്രിക് വെഹിക്കിൾ ആൻഡ് എക്സ്പ്ലെയിൻ ദ കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരു ഇലക്ട്രിക് വെഹിക്കിൾ വരച്ചിട്ട് അതിൻ്റെ കമ്പോണൻസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണം. ബ്ലോക്ക് ഡയഗ്രാമായിട്ട് വരച്ചാൽ മതി. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ കമ്പോണൻസ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ആണെങ്കിൽ തന്നെ വരക്കാം. അതായത് മറ്റേ ഓക്സിലറി സിസ്റ്റം നേരത്തെ സെയിം ഇതുണ്ടല്ലോ. ഓക്കെ, അത് തന്നെ വരക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ബാറ്ററി പാക്ക് ഉണ്ടല്ലേ, ബാറ്ററി പാക്ക് ഉണ്ട് വിച്ച് സ്റ്റോർസ് എനർജി. ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട്. അതെന്താണ്? ഇതിൻ്റെ മോണിറ്റർ ചെയ്യും, ബാറ്ററീനെ മോണിറ്റർ ചെയ്യും. ഡി സി ടു ഡി സി കൺവേർട്ടർ ഉണ്ട്. അതാണ് ഇവിടെ നമ്മൾ ചെയ്യുന്ന ഈ ഓക്സിലറി പവർ സപ്ലൈയിൽ സപ്ലൈ കൊടുക്കണമെങ്കിൽ ഡി സി ടു ഡി സി കൺവേർട്ടർ വേണമെന്ന് പറഞ്ഞ് പവേഴ്സ് ഓക്സിലറീസ്. ഇൻവേർട്ടർ ഉണ്ട് വിച്ച് കൺവേർട്ട്സ് ഡി സി ടു എ സി. പിന്നെ ട്രാക്ഷൻ മോട്ടർ എന്താണ്? പ്രൊഡ്യൂസസ് ടോർക്ക് ഫോർ വീൽ. റിഡക്ഷൻ ഗിയർ ബോക്സ് ഉണ്ട്, അത് ട്രാൻസ്മിഷൻ്റെ അവിടെ വരും. റിഡക്ഷൻ ഗിയർ ബോക്സ് റെഡ്യൂസസ് സ്പീഡ്. ഫൈനൽ ഡ്രൈവ് ടു ദ വീൽസ്.
which deliver motion. പിന്നെ അടുത്ത കോമൺ പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് യൂസ്ഡ് ഇൻ ഇലക്ട്രിക് വെഹിക്കിൾ. പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് ഏതാ? മോസ്ഫെറ്റ്, IGBT, തൈറിസ്റ്റേഴ്സ്, അങ്ങനെ അതൊക്കെയാണ് കോമൺ ആയിട്ടുള്ള പവർ ഇലക്ട്രോണിക്. അതിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മോസ്ഫെറ്റും IGBT ആണ്. IGBTയിൽ ഹൈ വോൾട്ടേജ് എടുക്കാൻ പറ്റും, മോസ്ഫെറ്റിൽ ലോ വോൾട്ടേജ് പക്ഷേ സ്പീഡ് കൂടുതല, ഹൈ സ്പീഡ് സ്വിച്ചിങ് ആണ്. ഓക്കെ, IGBTയിൽ ഹൈ വോൾട്ടേജും ഹൈ കറണ്ടും എടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ഡിസ്ക്രൈബ് ടോർക്ക് കൺവേർട്ടർ ഇൻ ട്രാൻസ്മിഷൻ സിസ്റ്റം. അപ്പോൾ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് ചോദിച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റം ചോദിച്ചാൽ നമുക്ക് എന്തൊക്കെ എഴുതാം? ട്രാൻസ്മിഷൻ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയർ ബോക്സോ ട്രാൻസ്മിഷൻ എന്തൊക്കെ ചോദിച്ചാൽ നമുക്ക് ഇവിടെ ടോർക്ക് കൺവേർട്ടർ എഴുതാം. പിന്നെ ഗിയർ ബോക്സിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് സ്ലൈഡിംഗ് മെഷ് ഗിയർ ബോക്സ്, കോൺസ്റ്റൻറ്റ് മെഷ് ഗിയർ ബോക്സ്, സിങ്ക്രോ മെഷ് ഗിയർ ബോക്സ്, ഇതിനെക്കുറിച്ചൊക്കെ പറയാം. ഇനി ടോർക്ക് കൺവേർട്ടർ എന്താണ്? നമ്മൾ ഓട്ടോമാറ്റിക് വെഹിക്കിൾസിൽ എല്ലാം നിരന്തരം കാണുന്നതാണ്. നിരന്തരം കാണുന്നതാണ് ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുന്നത്. ടോർക്ക് കൺവേർട്ടർ എന്താ ചെയ്യുന്നത്? ഒരു ഫ്ലൂയിഡ് കപ്ലിംഗ് ആണ്. യൂസസ് എ ഫ്ലൂയിഡ് കപ്ലിംഗ് ബിറ്റ്വീൻ പമ്പ് ആൻഡ് ടർബൈൻ. ഇവിടെ ടോർക്ക് കൺവേർട്ടറിലെ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻസ് എന്ന് പറയുന്നത് പമ്പ്, സ്റ്റേറ്റർ, ടർബൈനാണ്. ഇവിടെ ഇത് പമ്പ്, ഇത് സ്റ്റേറ്റർ, ഇത് ടർബൈൻ. പട്സ് എന്ന് ഓർത്ത് വെച്ചാൽ മതി. കാരണം പട്സ് എന്ന് ഓർത്ത് വെച്ചാൽ പമ്പിൽ നിന്ന് ടർബൈനിലോട്ടായിരിക്കും പോകുന്നത്. ടർബൈനിൽ നിന്ന് സ്റ്റേറ്ററിലോട്ട് ചാടിയിട്ട് സ്റ്റേറ്റർ എന്താ ചെയ്യുന്നത്? സ്റ്റേറ്റർ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യും ആൻഡ് ബാക്ക് ടു പമ്പ്. ഓക്കെ, എന്താണ് ഇനി ഇത്? ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ക്രാങ്ക് ഷാഫ്റ്റ്, അതായത് ഇഞ്ചിനാണെന്ന് വിചാരിച്ചു. ഇഞ്ചിൻ നമ്മളിവിടെ ഉപയോഗിക്കുന്ന മോട്ടറാണെന്ന് വിചാരിച്ചോ. അപ്പം ട്രാൻസ്മിഷൻ സിസ്റ്റമൊക്കെ സാധാരണ വരുന്നത് IC എഞ്ചിനാണ്. അതാണ് ഞാൻ എഞ്ചിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ IC എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് എന്താ സംഭവിക്കുന്നത്? അവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇതിനകത്തുള്ള ഫ്ലൂയിഡ് എന്ത് ചെയ്യും? ഹൈഡ്രോളിക് ഫ്ലൂയിഡ് അതും കറങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കും. ആ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ആദ്യം പമ്പിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് എന്ത് ചെയ്യും? പമ്പിനെ കറക്കും. ക്രാങ്ക് ഷാഫ്റ്റ് ഇതിന് നേരെ വരുന്ന എന്താ? പമ്പിനെ കറക്കും. ക്രാങ്ക് ഷാഫ്റ്റ് നേരെ പമ്പിനകത്തുള്ള ഹൈഡ്രോളിക് ഫ്ലൂയിഡും കറങ്ങിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് കറങ്ങുമ്പോൾ അതിന് നേരെ അനോണിമസ് ആയിട്ടുള്ള ടർബൈനും കറങ്ങിക്കൊണ്ടിരിക്കൂലേ? അതിന് നേരെ അനലോഗസ് ആയിട്ടുള്ള ടർബൈനും കറങ്ങൂലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ ഇവിടെ ഒരു ഫാൻ വെക്കാണെന്ന് വിചാരിച്ചോ. ഞാൻ ഒരു ഫാനിൽ ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചോ. ഇവിടെ ഞാൻ വെറുതെ ഒരു ഫാൻ വെച്ചു. ഈ ഫാൻ ഞാൻ ഓണാക്കി വെച്ചേക്കാം. ഈ ഫാൻ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഫാൻ കറങ്ങുന്നതനുസരിച്ചിട്ട് ആ ഒരു കാറ്റും കൊണ്ട് ഈ ഫാനും കറക്കും, പക്ഷേ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ പമ്പ് ഇവിടെ നിന്ന് ഇങ്ങനെ കറക്കുമായിരിക്കും. അപ്പോൾ ഈ കറങ്ങുന്ന കണ്ടിട്ട് നമ്മൾ ടർബൈൻ ഇതിനനുസരിച്ച് ഓപ്പോസിറ്റായിട്ട് കറങ്ങും. ഓക്കെ, ഈ ടർബൈൻ ആർക്കാണ് പവർ ചെയ്തേക്കുന്നത് നോക്കിയാൽ? ഈ ടർബൈൻ നേരെ നമ്മളെ ഔട്ട്പുട്ട് ഷാഫ്റ്റിലോട്ടാണ് കണക്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പം ഈ ഇൻപുട്ട് ഷാഫ്റ്റിലെ കറക്കം കാരണം നമ്മൾ ഔട്ട്പുട്ട് ഷാഫ്റ്റും കറങ്ങും. അപ്പോൾ ഇത് ആരെയാണ് നമ്മൾ മാറ്റുന്നത്? ക്ലച്ചിനെ ഡിസ്പ്ലേസ് ചെയ്യാണ്. ക്ലച്ചിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ടോർക്ക് കൺവേർട്ടർ വരുന്നത്. എന്നിട്ട് സ്മൂത്ത് പവർ ട്രാൻസ്മിഷൻ ആയിരിക്കും. ഓക്കെ, ഇവിടെ നോക്കിക്കോ. സ്മൂത്ത് പവർ ട്രാൻസ്ഫർ വിത്തൗട്ട് മെക്കാനിക്കൽ ക്ലച്ച് ഓഫേഴ്സ് ടോർക്ക് മൾട്ടിപ്ലിക്കേഷൻ. അതാണ് ടോർക്ക് കൺവേർട്ടർ എന്ന് പറയുമ്പോൾ ഇവിടെ ഉള്ള ടോർക്കിനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യും ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്കും. ഇനി ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെയുള്ള പമ്പിലുള്ള ഹൈഡ്രോളിക് ഫ്ലൂയിഡ് കറങ്ങുമ്പം ടർബൈനിൽ നേരെ തിരിച്ചാണ് ഹൈഡ്രോളിക് ഫ്ലൂയിഡ് കറങ്ങുന്നത്. അപ്പം എനിക്ക് തിരിച്ച് ഇത് പമ്പിലോട്ട് കൊടുക്കണം. കാരണം ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഒരെണ്ണം കളഞ്ഞിട്ട് വീണ്ടും പുതിയ ഒഴിക്കുകയല്ല ചെയ്യുന്നത്. ഒരേ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് തന്നെയാണ് വീണ്ടും സർക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പം ഡയറക്ഷൻ മാറിയിരിക്കുക ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ഇങ്ങനെ ഇപ്പോൾ കറങ്ങുന്നത്. ആ കറക്കം മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റേറ്റർ ഉപയോഗിക്കുന്നത്. സ്റ്റേറ്റർ എന്ത് ചെയ്യും? തിരിച്ച് പമ്പിൻ്റെ പൊസിഷനിൽ തന്നെ പമ്പിൻ്റെ ഡയറക്ഷനിൽ തന്നെ കറക്കാൻ തുടങ്ങും. ഓക്കെ, എന്നിട്ട് നേരെ വീണ്ടും പമ്പിൽ പോകും. പമ്പിൻ്റെ ഡയറക്ഷൻ കാണിക്കും. അത് കാരണം ഹൈഡ്രോളിക് ഫ്ലൂയിഡ് നേരെ ടർബൈനിൽ പോയി ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ കറങ്ങി നമ്മളെ ഔട്ട്പുട്ട് ഷാഫ്റ്റിന് കറക്കം കൊടുത്തതിന് ശേഷം തിരിച്ച് സ്റ്റേറ്ററിൽ പോയിട്ട് വീണ്ടും പമ്പിൻ്റെ ഡയറക്ഷനിൽ തന്നെ കറക്കും. ഓക്കെ, ഇതാണ് മെയിനായിട്ട് ടോർക്ക് കൺവേർട്ടറിനെ കുറിച്ച് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ് സ്മൂത്ത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ്, വർക്ക്സ് വിത്ത് പ്ലാനറ്ററി ഗിയേഴ്സ് ഫോർ സ്പീഡ് വേരിയേഷൻസ്. സിങ്ക്രണസ് ഗിയർ ബോക്സ് ട്രാൻസ്മിഷനെ കുറിച്ച് പറയാം. ഓക്കെ, ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൽ സിങ്ക്രണസ് ഗിയർ ബോക്സ് ട്രാൻസ്മിഷനെ കുറിച്ച് പറയാം. ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ ആണെങ്കിലും IC എഞ്ചിനാണെങ്കിലും നമ്മളെ സിങ്ക്രണസ് ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് തന്നെ. ഓക്കെ, അപ്പോൾ സിങ്ക്രണസ് ഗിയർ ബോക്സിനെ കുറിച്ച് നമുക്ക് പറയാം. ഞാൻ ലാസ്റ്റ് ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ഇതൊന്ന് വായിച്ചു നോക്കുക. യൂസ് സിങ്ക്രണൈസേഴ്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഓക്കെ, ടു മാച്ച് ഗിയർ സ്പീഡ്, ഇനേബിൾ സീംലെസ് ഗിയർ ഷിഫ്റ്റിംഗ് ബിറ്റ്വീൻ ഹൈബ്രിഡ് പവർ ട്രെയിൻ, അലൗ എഞ്ചിൻ പ്ലസ് മോട്ടോർ പവർ ബ്ലെൻഡിങ്, uses planetary gear sets for torque split, provide multiple operating modes, improves fuel efficiency and performance. സിങ്ക്രോണസ് ഗിയർ ബോക്സിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. ഗിയർ ബോക്സ് ട്രാൻസ്മിഷനെ കുറിച്ചാണ്
ഇവർ പറയുന്നത്. നമ്മളെ ടൊയോട്ട ഹൈബ്രിഡ് സിനർജി ഡ്രൈവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹൈബ്രിഡ് വെഹിക്കിൾ ഭയങ്കര കോംപ്ലക്സ് ആണ്. കാരണം മോട്ടറും എഞ്ചിനും ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഭയങ്കര കോംപ്ലക്സ് ആണെന്ന്. ഇവർ തമ്മിൽ ലിങ്ക് ചെയ്യാൻ ഭയങ്കര കോംപ്ലക്സ് ആണ്. ഓക്കെ, ഇനി കൺസ്ട്രക്ഷൻ വർക്കിംഗ് അഡ്വാൻറ്റേജസ് ഓഫ് CVT. ഓക്കെ, ഞാൻ പറഞ്ഞില്ല കുറേ ട്രാൻസ്മിഷൻ സിസ്റ്റം, അതിൽ നമ്മൾ ഒരെണ്ണം ടോർക്ക് കൺവെർട്ടറിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് നമ്മളെ CVT, കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ. ആ പേരിൽ തന്നെ ഉണ്ട്, ഇതിങ്ങനെ വേരി ചെയ്തുകൊണ്ടേയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സാധാരണ നമുക്കറിയാവുന്ന ഒരു സെറ്റ് ഓഫ് ഗിയറാണ് അല്ലേ. അപ്പം ഒരു ഗിയറിന് എനിക്ക് ഇപ്പോൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് എനിക്ക് കുറച്ച് സ്പീഡ് ആയാൽ ഞാൻ സെക്കൻഡ് ഗിയറിലോട്ട് പോകും. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ മാറുമ്പോൾ അതിനനുസരിച്ച് എന്താ സംഭവിക്കുന്നത്, അതിനനുസരിച്ചിട്ടുള്ള ഒരു ജെർക്കിങ് മൂവ്മെൻറ്റ് എല്ലാം ഉണ്ടാവും. ഇവിടെ അത് ആ ഒരു സംഭവമില്ല. ഇവിടെ നോക്കി നോക്ക്, ഇതിനനുസരിച്ച് ഈ ഒരു പുള്ളി ഉണ്ടല്ലോ, ഈ ഒരു പുള്ളി മാറിക്കൊണ്ടേയിരിക്കും. നമുക്ക് ആവശ്യമുള്ള ടോർക്ക് സ്പീഡ് അനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന പുള്ളി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്, പിന്നെ വീണ്ടും നമുക്ക് ആവശ്യം വരുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പം ഒരു കോണിക്കൽ പുള്ളീൻ്റെ അകത്തായിരിക്കും നമ്മൾ ബെൽറ്റ്, സോറി ഇത് ബെൽറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയേ, അപ്പം ആദ്യം നമുക്ക് ഹൈ ഔട്ട്പുട്ട് ഹൈ RPM ലോ RPM ആക്കണമെന്ന് വിചാരിച്ചോ. എന്ത് ചെയ്യുന്നത്, ഇത് കണ്ട, ഇവിടെ ഹൈ RPM ഉള്ള പുള്ളി കറങ്ങുന്നു. ആ പുള്ളി ബെൽറ്റിൻ്റെ ഡയറക്ഷൻ നോക്കി നോക്ക്. എന്നാൽ നമുക്ക് ലോ RPM ഹൈ RPM ആണ് വേണ്ടെങ്കിൽ, അതായത് മറ്റേ നമ്മളെ ഗിയറിൽ ഉപയോഗിക്കുന്ന പോലെ ഹൈ ടോർക്ക് ഹൈ ഗിയർ വേണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ആ പുള്ളി ബെൽറ്റിൻ്റെ ഡയറക്ഷൻ വീണ്ടും ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇനി നമ്മളെ ഡിഫറെൻറ്റ് സെറ്റ്സ് ഓഫ് ഗിയർ ബോക്സ് എന്ന് പറയുന്നത്, ഒരെണ്ണം സ്ലൈഡിങ് മെഷ്. ആദ്യം ഉണ്ടായിരുന്ന സ്ലൈഡിങ് മെഷിൽ ഭയങ്കര എളുപ്പമാണ്. അതായത് ഗിയേഴ്സ് എല്ലാം സ്ലൈഡ് ചെയ്തിട്ടായിരിക്കും ലോക്കാവുന്നത്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കണം, ഇതാണ് നമ്മുടെ ഇൻപുട്ട് ഷാഫ്റ്റ്. ഈ ഇൻപുട്ട് ഷാഫ്റ്റും ലേ ഷാഫ്റ്റ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക കൗണ്ടർ ഷാഫ്റ്റ് എന്ന് പറയും, എപ്പോഴും മെഷിങ് ആയിരിക്കും കേട്ടോ. എന്നാലല്ലേ പവർ അല്ലെങ്കിൽ ടോർക്ക് പവറും ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതെപ്പോഴും മെഷിങ് ആയിരിക്കും. പിന്നെ ഇവന്മാരൊന്നും മെഷിങ് അല്ല. ഇത് ഒന്ന് നോക്കി ഇവന്മാരൊന്നും മെഷിങ് അല്ല. ഇവന്മാരെല്ലാം മാറിയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഐഡ്ലർ ഗിയർ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഐഡ്ലർ ഗിയർ ഉപയോഗിക്കുന്നത് റിവേഴ്സിനാണ്. അതായത് ഇങ്ങനെ രണ്ട് ഒരേ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഗിയേഴ്സിന് ഒരു ഐഡ്ലർ ഗിയറും കൂടി വെച്ചാൽ സെയിം ഡയറക്ഷനിൽ ഓടും. അതായത് വണ്ടി റിവേഴ്സ് എടുക്കും എന്ന് സാരം. അപ്പം ഇൻപുട്ട് ഷാഫ്റ്റ് അല്ലെങ്കിൽ ക്ലച്ച് എന്ന് വരുന്ന ഷാഫ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിച്ചു. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ഈസ് ട്രാൻസ്മിറ്റഡ് ടു ദ ലേ ഷാഫ്റ്റ്. ഓക്കെ, ലേ ഷാഫ്റ്റിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്തു. പക്ഷേ ഇവിടെ ലേ ഷാഫ്റ്റിലെ ഗിയർ എന്ന് പറയുന്ന ഈ ഗിയറെല്ലാം ലേ ഷാഫ്റ്റിലോട്ട് മൗണ്ടഡ് ആണ് കേട്ടോ. അപ്പോൾ ലേ ഷാഫ്റ്റ് എപ്പോഴും റൊട്ടേറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ച് ഗിയറും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഈ ഗിയറിനെ മെഷ് ചെയ്യാൻ ആരുമില്ല. ഇവിടെ ഒരുത്തൻ ഇവന്മാരും അടുത്തല്ല. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഇവിടെ എന്ന് പറയുമ്പോൾ സ്ലൈഡിങ് ഗിയർ ബോക്സാണ്, സ്ലൈഡിങ് മെഷ് ഗിയർ ബോക്സാണ്. അപ്പം ഇത് നമ്മൾ ഫസ്റ്റ് ഗിയർ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും ചെറുതും ഏറ്റവും വലുതുമാണ് ഫസ്റ്റ് ഗിയർ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ വെച്ച് പറഞ്ഞുതരാം. എനിക്ക് ഫസ്റ്റ് ഗിയറിലോട്ട് പോകണമെങ്കിൽ എന്താ സംഭവിക്കുക, നമ്മുടെ നമ്മൾ ഗിയർ മാറ്റുമ്പോൾ ഷിഫ്റ്റർ മാറ്റുമ്പോൾ എന്താ സംഭവിക്കുന്നത്, ഈ ഫസ്റ്റ് ഗിയർ നേരെ ഇങ്ങോട്ട് വന്ന് ഇതിനായിട്ട് മെഷ് ചെയ്യാൻ തുടങ്ങും. ഇത് കണ്ട, ഇവിടെ സ്പ്ലൈൻസ് കൊടുത്തേക്കണേ. ഈ സ്പ്ലൈൻസിൻ്റെ ഇടയിൽ കൂടെ വന്ന് മെഷ് ചെയ്തിട്ട് നമ്മളെ ഔട്ട്പുട്ട് ഷാഫ്റ്റിനെ കറക്കും. ഓക്കെ, എന്നാൽ റിവേഴ്സ് പോകണമെന്ന് വിചാരിച്ചോ, ഈ ഫസ്റ്റ് ഗിയർ നേരെ ഇങ്ങോട്ട് വരും, സ്ലൈഡ് ചെയ്ത് ഈ സ്പ്ലൈൻ്റെ ഷാഫ്റ്റിൽ കൂടെ സ്ലൈഡ് ചെയ്തിട്ട് ഐഡ്ലർ ഗിയർ കാരണം റിവേഴ്സ് ആവും. ഓക്കെ, ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഇവൻ ഇവിടെ ആയിട്ട് മെഷ് ചെയ്യും. ഇനി തേർഡ് വേണമെന്ന് വിചാരിച്ചോ, തേർഡ് ഗിയർ ആണെങ്കിൽ എന്താ സംഭവിക്കുന്നത്, ഇവൻ ഇവിടെ ആയിട്ട് മെഷ് ചെയ്യും. അയ്യോ, ഇവിടെ സ്ലൈഡ് ചെയ്യാൻ ആരുമില്ല, ഒന്ന് നോക്കി നോക്ക്, ഈ ഒരു ഭാഗം നോക്കി നോക്ക്. ഇവന്മാർ തമ്മിൽ ലോക്കായിട്ട് ഇവന്മാർ ഒറ്റ സ്പീഡിൽ കറങ്ങിക്കൊണ്ടേയിരിക്കും. ഈ സ്പീഡ് എവിടെ എന്താണോ അതേ സ്പീഡിൽ തന്നെ ഇങ്ങോട്ടും വരും. ഇനി സ്ലൈഡിങ് മെഷീന് നേരെ ഓപ്പോസിറ്റാണ് കോൺസ്റ്റന്റ് മെഷിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവന്മാർ മാത്രമല്ല കോൺസ്റ്റന്റ് ആയിട്ട് മെഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാവരും കോൺസ്റ്റന്റ് മെഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് എങ്ങനെ ടോർക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും, ഒന്ന് ആലോചിച്ച് നോക്കുക. ഓക്കെ, ഇവിടെ നമ്മൾ ഒരു ഡോഗ് ക്ലച്ച് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉപയോഗിക്കുന്നുണ്ട്, സ്ലൈഡിങ് ഡോഗ് ക്ലച്ച് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, സ്ലൈഡിങ് ഡോഗ് ക്ലച്ച് എന്ന് പറയുന്നത് ഈ സ്പ്ലൈൻ ഷാഫ്റ്റിൽ കൂടെ ഇങ്ങനെ സ്ലൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പം എനിക്കിപ്പം ഫസ്റ്റ് ഗിയർ എന്ന് പറയുമ്പോൾ ഏറ്റവും ചെറിയ ഗിയർ ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ഗിയറാണ്, കാരണം ഇവിടെ ഐഡ്ലർ ഷാഫ്റ്റ് ഉണ്ട്. പിന്നെ ഏറ്റവും ചെറുതും ഏറ്റവും വലുത് ഇതാണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ ഫസ്റ്റ് ഗിയറിലോട്ട് മെഷ് ചെയ്യണമെന്ന് വിചാരിച്ചോ, അങ്ങനെയാണെങ്കിൽ ഇതിലോട്ടായിരിക്കും എൻ്റെ ഷിഫ്റ്റർ കണക്ട് ചെയ്യുന്നത്. ഞാൻ എപ്പോൾ ഞാൻ ഷിഫ്റ്റ് ചെയ്യുന്നോ ആ ഷിഫ്റ്റ് ചെയ്യുന്ന അനുസരിച്ചിട്ട് ഈ
ഡോഗ് ക്ലച്ച് നേരെ നമ്മളെ ലോ ഗിയറിലോട്ട് വരും. ആ ലോ ഗിയറിൽ ടച്ച് ചെയ്തതിന് ശേഷം ഇവന്മാർ തമ്മിൽ റൊട്ടേറ്റ് ചെയ്യിപ്പിക്കും. ഓക്കെ, ഇവന്മാർ തമ്മിൽ മൊത്തത്തിൽ ഈ ഒരു ഔട്ട്പുട്ട് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യും. അപ്പം ഇവിടെ നിന്ന് വരുന്ന റൊട്ടേഷൻ എന്ന് പറയുന്നത് ഇവർ ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്, എപ്പോഴും ഇങ്ങോട്ടേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇവന്മാരെല്ലാം എപ്പോഴും ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എപ്പോൾ ഡോഗ് ക്ലച്ച് കൊടുക്കുന്നോ ആ സ്ഥലത്ത് കൂടെ മാത്രമായിരിക്കും പവർ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനിയിപ്പം നേരെ തിരിച്ച് ഇപ്പം ഫസ്റ്റ് ഗിയർ മാറി ഇവന്മാരെല്ലാവരും ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി പക്ഷേ ഞാൻ ഈ ഗിയർ സെക്കൻഡല്ല തേർഡ് ഗിയർ, അതായത് ഫസ്റ്റ് ഗിയർ ഇത് ഫസ്റ്റ് ഗിയർ, ഇത് റിവേഴ്സ് ഗിയർ. അപ്പോൾ ഇത് 1, ഇത് റിവേഴ്സ്. അപ്പം ഇത് ഏതായിരിക്കും? ഇത് സെക്കൻഡ് ഗിയർ, ഇത് തേർഡ് ഗിയർ. അപ്പോൾ ഞാൻ തേർഡ് ഗിയറിലോട്ട് കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്? തേർഡ് ഗിയറിലോട്ട് കൊടുത്താൽ ആ വഴി കൂടെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഇനി സിങ്ക്രോമെഷ് ഗിയർ ബോക്സ്, ഇതാണ് സിങ്ക്രോമെഷ് ഗിയർ ബോക്സ്. ഇവിടെ നമ്മൾ എന്താ സിങ്ക്രോണൈസേഴ്സ് യൂസ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ സിങ്ക്രോണൈസർ യൂസ് ചെയ്യുന്ന ഈ സിങ്ക്രോമെഷ് ഗിയർ ബോക്സാണ് ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ഗിയർ ബോക്സ്, സ്ലൈഡിംഗ് മെഷീൻ കോൺസോൾ മെഷീനെ അപേക്ഷിച്ച്. കാരണം എന്താ, ഇവിടെ ആദ്യം ഒരു സിങ്ക്രണൈസർ ഹബിന് 2 സ്റ്റേജ് ഓപ്പറേഷനാണ്, 2 സ്റ്റെപ്പ് ഓപ്പറേഷനാണ്, മെഷിംഗ് ആണ്. അപ്പോൾ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഇനീഷ്യൽ മെഷിംഗ് ചെയ്യും. ഈ ഇനീഷ്യൽ മെഷിംഗ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ സിങ്ക്രണൈസറിൻ്റെ സ്പീഡും നമ്മുടെ മെഷ് ചെയ്യാൻ പോകുന്ന ഗിയറിൻ്റെ സ്പീഡും ഒന്നാക്കും. എന്നിട്ടായിരിക്കും മൊത്തത്തിൽ മെഷ് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ റിസൾട്ട് എന്താ? ഒരു സ്മൂത്തായിട്ടൊരു മെഷീൻ കിട്ടും, അല്ലേ? സ്മൂത്ത് ക്വയറ്റ് മെഷീൻ കിട്ടും. ഇത്രയേ ഉള്ളൂ നമ്മുടെ മൊഡ്യൂൾ 2ൻ്റെ ബാക്കി. മൊഡ്യൂൾ 2 ആണെന്ന് തോന്നുന്നല്ലേ? മൊഡ്യൂൾ 3ൻ്റെ ബാക്കി.